ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റ് അമ്മൂനെ സ്കൂളിൽ വിടാനുള്ള എല്ലാം റെഡിയാക്കി. അപ്പോൾ അമ്മൂനെ കൊണ്ടുപോയി വിടാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനാണ് കൊണ്ടുപോയി വിടുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ രാവിലെ കൊണ്ടുപോയി വിടാറില്ല, വൈകുന്നേരം ഞാൻ പോയി കൊണ്ടുവരാറുള്ളൂ. അപ്പോൾ ഇന്ന് കൊണ്ടുപോയി വിടണം രാവിലെ. അപ്പോൾ അങ്ങനെ റെഡിയാക്കി അമ്മൂനെ റെഡിയാക്കി നമ്മൾ റെഡിയായി ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ. അപ്പം അമ്മൂനെ ഇതാ വണ്ടിയിലൊക്കെ കയറ്റിയിട്ട് ഞങ്ങൾ പോകാൻ തുടങ്ങുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് മുമ്പൊക്കെ നമ്മൾ എത്തുള്ളൂ സ്റ്റോപ്പിൽ കേട്ടോ. ഒരു മെയിൻ റോഡിൽ ബസ് വരുള്ളൂ, ഇങ്ങോട്ടേക്ക് അവർ കയറി വരില്ല. അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുപോയി വിടണം. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് യാത്രയൊക്കെ ഉണ്ട് അമ്മൂൻ്റെ സ്കൂളിലേക്ക്. ഒരു 7:30 കഴിയുമ്പോഴത്തേക്ക് ബസ് വരും. അപ്പോൾ രാവിലെ ഞാൻ കൊണ്ടുവിടുന്ന ദിവസമാണെങ്കിൽ നമുക്കങ്ങനെ എല്ലാ പണികളും തീർക്കാനോ, എല്ലാ പണികളും എന്നല്ല, ബ്രേക്ക്ഫാസ്റ്റ് പോലും സത്യത്തിൽ ഉണ്ടാക്കാനുള്ള സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അമ്മൂന് എന്തെങ്കിലും ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി. അമ്മൂന് കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ ഇപ്പോൾ നമുക്ക് പിന്നെ കഴിക്കാനും സമയം കിട്ടില്ല. അമ്മൂനെ റെഡിയാക്കി വരുമ്പോഴത്തേക്കും തന്നെ സമയം പോകും. അമ്മു എഴുന്നേറ്റൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റാവും. പിന്നെ പെട്ടെന്ന് റെഡിയാക്കി നമ്മൾ ബസ്സിന് സമയമാകുമ്പോഴത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി തിരിച്ച് വന്നിട്ട് വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ. അപ്പം അമ്മൂന് സ്നാക്സും ലഞ്ചും എല്ലാം റെഡിയാക്കി, അമ്മൂനെ റെഡിയാക്കി. അപ്പം ഞങ്ങളങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി കേട്ടോ. അപ്പം ഇവിടുത്തെ റോഡ് പണിയായതുകൊണ്ട് അപ്പോൾ അവരിങ്ങനെ ടാറിടുന്നതിന് മുമ്പ് കുറേ മെറ്റലൊക്കെ ഇറക്കി അങ്ങനെ ആകപ്പാടെ റോഡ് വൃത്തികേടായി കിടക്കുകയാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നടന്നു വരാനൊക്കെ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കയറുന്നതിൻ്റെ അവിടെ കുറേ മെറ്റലൊക്കെ ഇട്ടുകൊണ്ട് വണ്ടി ഇങ്ങനെ കയറി വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒരു 2-3 ആഴ്ചയായിട്ട് വണ്ടി എടുക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മൂൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടോ കൂടെ, അപ്പോൾ അവരായിരുന്നു അമ്മൂനെ കൊണ്ടുപോയി വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇവർ വഴിപണി പിന്നെ ലേറ്റ് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിലത്തെ കുറച്ച് മെറ്റലൊക്കെ അങ്ങോട്ട് മാറ്റിയൊക്കെ ഇട്ടപ്പോൾ നമുക്ക് വണ്ടി കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇത് വണ്ടി ചെറുതായതുകൊണ്ട് ഭയങ്കര പാടാണ്. മെറ്റലിനകത്ത് ടയറൊക്കെ അതിനകത്തായി പോയിട്ട് ഒരു പ്രാവശ്യം അങ്ങനെ വണ്ടി അവിടെ സ്റ്റക്കായി പോവുകയൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് അങ്ങനെ വലിയ പേടി അതിനകത്തോടെ എടുക്കാനായിട്ട്. അപ്പോൾ മെറ്റലൊക്കെ മാറ്റിക്ക് ഇപ്പോൾ കയറി പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലൊക്കെ വന്നു കേട്ടോ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ ദോശയ്ക്കോ ഒന്നും അരച്ച് വെച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന്. കുറേ നാളായി ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം ഇവിടെ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല ഉപ്പുമാവ്. പിന്നെ ഞാൻ കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്ത് കുറച്ച് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാക്കും. പിന്നെ കുറച്ച് ഉഴുന്നോ പരിപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഉണ്ടാക്കും കേട്ടോ. കടലയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇടാൻ, പക്ഷേ കടല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ കുറച്ച് കൂടുതലും എന്താ പറയുക, ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുഴഞ്ഞ രീതിയിലാണ് ഉണ്ടാക്കാറ്. ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് കറിയോ അങ്ങനെ എന്തെങ്കിലും വേണം. ഇപ്പോൾ കുറച്ച് എന്താ പറയുക, ഇങ്ങനെ ഇത് കണ്ടോ കുഴഞ്ഞ പോലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല കഴിക്കാനായിട്ട്. ഒരു നെയ്യുടെ ടേസ്റ്റൊക്കെ ഒരു മുമ്പിലേക്ക് വരുമ്പം വലിയ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ സമയം കുറച്ച് നേരം ഞാൻ ഇവിടെ കൊണ്ടുപോയി വിട്ട് വന്നിട്ട് കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞിപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അപ്പോൾ എല്ലാവരെയും പറഞ്ഞു വിട്ടു. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇനി എനിക്ക് ഉച്ചക്കത്തേക്ക് കറി ഉണ്ടാക്കണം. ചോറും പിന്നെ കുറച്ച് കറികളും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി പനീർ മേടിച്ച് വെച്ചിട്ട് അത് ഇതുവരെ ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്നും കൂടെ ഉണ്ടാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോകും. അപ്പോൾ ഞാൻ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡയറ്റ് ആയതുകൊണ്ട് ബട്ടറോ ഒന്നും ആഡ് ചെയ്ത് ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ അല്ലാതെ പനീർ കറി വെച്ച് കഴിക്കാൻ വലിയൊരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തു. ബട്ടർ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് സവോള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. സവോള അപ്പോൾ ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറുവാപ്പട്ട അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടെ ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല അങ്ങനത്തതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഞാൻ പിന്നെ ഇട്ടില്ല. ഞാൻ കുറച്ച് ക്രീമും ആഡ് ചെയ്ത് ബട്ടറും ആഡ് ചെയ്ത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു. തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് മൂടി വെച്ച് എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വഴറ്റി കിട്ടും. ആ വഴറ്റി എടുത്തിട്ട് അത് വഴറ്റി കഴിയുമ്പോൾ കുറച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ വഴറ്റിയെടുത്ത് അതൊന്ന് നമുക്ക് ആറാനായിട്ടൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് ആറിയെടുക്കണം. എന്നിട്ട് ആറി കിട്ടിയാലാണ്, തണുപ്പ് പോയാൽ അല്ല ചൂട് പോയാലാണ് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഫാനിൻ്റെ ചുവട്ടിലിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് ചൂട് മാറിക്കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന്
അരച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട, തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ആ ചട്ടി കഴുകുകയൊന്നും വേണ്ട, നമുക്കതിനകത്തേക്ക് തന്നെ ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനകത്ത് തന്നെ ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് നമ്മളത് അരച്ചെടുത്ത ആ പേസ്റ്റ് അതിനകത്തേക്ക് ആ ചട്ടിക്കകത്തേക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു 2-3 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണോ എല്ലാം കൂടെ ഒന്ന് മാറി നന്നായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്, അല്ലെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളം, പാൽ ഇതിലേത് വേണേലും കൊടുക്കാം. അതൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ഡയറ്റൊക്കെ ആയതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരുപാട് വെള്ളം വേണ്ട, ഇതെന്തായാലും എന്താ പറയുക തിക്കായി വരും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി ഒഴിച്ചു കൊടുത്തു. ഞാൻ പാൽ എന്തായാലും ആഡ് ചെയ്തില്ല. പിന്നെ ഉപ്പ് കുറച്ച് വേണമായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. കുറച്ച് അതൊരു 1.5 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ ഒക്കെ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം പനീർ ബട്ടർ മസാല അത് നമ്മളുണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു മധുരമാണ് നമുക്ക് മുമ്പിലേക്ക് ഇരിക്കുന്നത് കേട്ടോ. എരിവോ അങ്ങനെയൊന്നുമില്ല. കാരണം ടൊമാറ്റോ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു പുളിയുണ്ട്, പനീറിന് തന്നെ ചെറുതായിട്ടൊരു പുളിയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതടുപ്പത്തിരുന്നൊന്ന് തിളച്ച് വരണം കേട്ടോ. ആ തിളച്ച് ഒന്ന് സെറ്റായി കഴിയുമ്പോഴാണ് നമ്മൾ പനീർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പനീർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒന്ന് കട്ട് ചെയ്യുന്ന പരുവത്തിലാവും. എന്നിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ടെടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് പച്ചവെള്ളത്തിൽ കഴുകിയെടുത്താലും മതി. അപ്പോൾ ആ പനീറെല്ലാം കൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അതാ പനീറും കൂടെ ആയിട്ട്, പനീറിന് അധികം വേവൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിന് പകരം എന്താ പറയുക പാൽ ആഡ് ചെയ്തെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം മതി. അപ്പോൾ ഞാൻ പാൽ ആഡ് ചെയ്യാത്തതുകൊണ്ട് കുറച്ചധികം ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ബട്ടറും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ബട്ടറും എന്താ പറയുക ഫ്രഷ് ക്രീമും ഒക്കെ ആയിട്ടുള്ള കേട്ടോ. പിന്നെ വേറെ കുറേ ആഡ് ചെയ്യാനുണ്ട്, പക്ഷേ അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിച്ചപ്പ് പോലും ഞാൻ ഇട്ടില്ല കേട്ടോ. അത് വേണം ശരിക്കും. പിന്നെ മല്ലിച്ചപ്പൊക്കെ അമ്മൂന് ഇവിടെ കടിക്കുന്നതേ ഇഷ്ടമല്ല. അപ്പോൾ കൂടുതൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, പനീർ അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്നേ കഴിഞ്ഞു. അപ്പം ഇതാ അടിപൊളി പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.